നമസ്കാരം. വന്ദേ മാതരത്തിൽ ഉണ്ടായ വിവാദത്തിൽ കത്തിപ്പടരുകയാണ് ഇന്ത്യയിലെ ജനരോക്ഷം, അതും കോൺഗ്രസിനെതിരെ. കോൺഗ്രസിൻ്റെ നടപടി രാജ്യവിരുദ്ധമായി പോയി എന്നും രാജ്യത്തിൻ്റെ പ്രതീകങ്ങളെ, സ്വാതന്ത്ര്യസമര കാലഘട്ടത്തെയൊക്കെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലായിപ്പോയി എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ രാജ്യമൊട്ടാകെ വ്യാപിക്കുമ്പോൾ, കത്തിപ്പടരുമ്പോൾ ഉത്തരം മുട്ടി കോൺഗ്രസ് നേതൃത്വം നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഭാരതം കാണുന്നത്. എന്നാൽ ഇതേ സമയവും മുട്ടാൻപോക്ക് ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും മോദിയെയും കടന്നാക്രമിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കുകയാണ് കോൺഗ്രസ് പ്രസ്ഥാനമെന്ന് ഉള്ള കാര്യമാണ് ഏറ്റവും ലജ്ജാകരം, അല്ലെങ്കിൽ ഏറ്റവും ഉളുപ്പില്ലാത്തൊരു പ്രവൃത്തിയായി തോന്നുന്നതെന്ന് പറയാം. അതായത് വന്ദേമാതരം വിഷയത്തിൽ സോണിയാഗാന്ധിക്ക് രാജ്യത്തെ ജനങ്ങൾ മാപ്പു നൽകില്ല എന്ന് പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഭരണഘടനാ ശില്പി അംബേദ്കറെ പാർലമെന്റിൽ അപമാനിക്കുകയും RSS ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്താൻ മടി കാണിച്ച പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രം പേറുന്ന വ്യക്തിയുമാണ് കോൺഗ്രസിനോട് മാപ്പു പറയാൻ ആവശ്യപ്പെടുന്നത് എന്നാണ് അമിത്ഷായെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഇപ്പോൾ ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത്. ഇത് അദ്ദേഹവും യജമാനനും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ നടത്തുന്ന തന്ത്രമാണെന്നും ജയറാം രമേശ് സമൂഹ മാധ്യമമായ എക്സിലാണ് പരിഹസിച്ചുകൊണ്ടൊരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. അതായത് 2024 ഡിസംബർ 17 രാജ്യസഭയിൽ ഡോക്ടർ BR അംബേദ്കറെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ച വ്യക്തിയാണ് അമിത്ഷാ എന്നും 2002 ജനുവരി വരെ സ്വന്തം പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനത്ത് രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്താൻ പോലും മടി കാണിച്ച പ്രത്യയശാസ്ത്രത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത് എന്നും സമാധാനപരമായി പ്രതിഷേധിച്ച ചെറുപ്പക്കാർക്കു നേരെ ഡൽഹി പോലീസ് അഴിച്ചുവിട്ട ക്രൂരതയ്ക്ക് നേരിട്ട് ഉത്തരവാദിയും ഈ വ്യക്തി തന്നെയെന്നുമാണ് ജയറാം രമേശ് പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിനോട് മാപ്പപേക്ഷ ആവശ്യപ്പെട്ട് രംഗത്ത് വരുന്നത് ഒരു മോശം കാര്യമാണെന്നും രാജ്യത്തെ ഇന്നത്തെ യഥാർത്ഥ പ്രശ്നങ്ങളെ നേരിടുന്നതിൽ അദ്ദേഹത്തിനും യജമാനനും, ഈ യജമാനൻ ഉദ്ദേശിക്കുന്നത് നരേന്ദ്രമോദിയാണ് കേട്ടോ, സംഭവിച്ച തോൽവിയിൽ ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് ഈ മാപ്പപേക്ഷ എന്നുമാണ് ജയറാം രമേശ് എക്സിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ളൊരു വിശദീകരണമാണ് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത്. അതായത് ത്രിവർണ്ണ പതാകയുടെ കണക്കെടുപ്പ് പറയുന്നവർ ആദ്യം വന്ദേ മാതരത്തിന് മുന്നിൽ ഒന്ന് നിൽക്കട്ടെ. ഓക്കെ, ത്രിവർണ്ണ പതാക ഉയർത്താൻ മടിച്ച പ്രസ്ഥാനത്തിൻ്റെ ആളോ കോൺഗ്രസിനോട് മാപ്പു പറയാൻ പറയുന്നത്? ജയറാം രമേശിൻ്റെ ഈ ചോദ്യം കേൾക്കുമ്പോൾ ആദ്യം തോന്നുക നല്ല ചോദ്യം തന്നെ. പക്ഷേ ആ ചോദ്യം തിരിച്ച് ജയറാം രമേശിനോട് തന്നെ ചോദിച്ചാൽ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രതീകമായ വന്ദേ മാതരം ആലപിക്കപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് കോൺഗ്രസിന് എന്തിനാണ് വിശദീകരണം നൽകേണ്ടി വരുന്നത്? ഇതാണിപ്പോൾ രാജ്യം ചോദിക്കേണ്ട യഥാർത്ഥ ചോദ്യം. ഓഗസ്റ്റ് 15 കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരത്തിന്റെ പൂർണ്ണരൂപം ആലപിക്കുന്നതിനിടെ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പെരുമാറ്റത്തെ ചൊല്ലിയാണ് വിവാദമുയർന്നത്. സോണിയാഗാന്ധി ഗാനം നിർത്താൻ ആവശ്യപ്പെട്ടുവെന്നാണ് BJPയുടെ ആരോപണം. ശരി, അത് ആരോപണമായി അവിടെ നിൽക്കട്ടെ. പക്ഷേ കോൺഗ്രസ് അത് നിഷേധിക്കുന്നുണ്ട്. ഖർഗെയ്ക്ക് കസേര കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വിശദീകരിക്കുന്നത്. അപ്പോൾ സോണിയാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വന്ദേ മാതരം അംഗീകരിച്ചു എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വിശ്വസിച്ചോട്ടെ. അത് നിങ്ങൾക്കൊന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലുള്ള എക്സ്പോസ്റ്റുകളിലൂടെ കൃത്യമായ വിശദീകരണം, ഞങ്ങൾ വന്ദേ മാതരത്തിനെ അംഗീകരിച്ചു എന്ന തരത്തിൽ തന്നെ പങ്കുവെക്കാനുള്ള ഒരു തണ്ടൽ അല്ലെങ്കിൽ ഒരു ധൈര്യമുണ്ടോ? അതല്ല എങ്കിൽ മറിച്ചും പറയാം, ഞങ്ങൾ വന്ദേ മാതരത്തെ അംഗീകരിച്ചിട്ടില്ല, അത് ഞങ്ങൾ പൂർണ്ണമായി ആലപിക്കില്ല, അതൊരു രാജ്യവിരുദ്ധമായ ഒരു ഗാനമാണ് എന്നുള്ള നിങ്ങളുടെ കൃത്യമായൊരു നിലപാടും പങ്കുവയ്ക്കണം. അപ്പോൾ അങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഉൾപ്പെടെ സ്വാതന്ത്ര്യദിനത്തിൽ കാണിച്ചത് ഭാരതത്തിൻ്റെ ഒരു ദേശീയ ഗാനത്തെ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ, കാലഘട്ടത്തെയൊക്കെ അപമാനിക്കുന്ന തരത്തിലാണ് എന്ന തരത്തിലുണ്ടാകുന്ന ആരോപണങ്ങൾക്കും അതിൻ്റെ പേരിലുണ്ടാകുന്ന വിവാദങ്ങൾക്കും അതിൻ്റെ പേരിലുണ്ടാകുന്ന കേസുകൾക്കും നിങ്ങൾ കൃത്യമായ മറുപടി നൽകുകയും വിശദീകരണം നൽകുകയും ഒക്കെ ചെയ്യേണ്ടി വരും. കാരണം നിങ്ങളൊരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ പാർട്ടിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ പ്രതിനിധീകരിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത ഭരണപക്ഷത്തോടും അല്ലെങ്കിൽ മറ്റു പാർട്ടികളോടും നിങ്ങൾക്കില്ല എങ്കിലും ഇന്ത്യയിലെ പൊതുജനങ്ങളോട്, ഇന്ത്യയുടെ സാധാരണ ജനങ്ങളോട് നിങ്ങൾക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നിയമപരമായ സത്യം എന്താണെന്ന് അന്വേഷണവും വസ്തുതകളും തീരുമാനിക്കട്ടെ. പക്ഷേ രാഷ്ട്രീയമായ ഒരു കാര്യം വ്യക്തമാണ്. രാജ്യത്തിൻ്റെ ദേശീയഗാനത്തോട് ബന്ധപ്പെട്ട ഒരു സംഭവത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ ജയറാം രമേശ് ത്രിവർണ്ണത്തിൻ്റെ പഴയ കണക്ക് പുസ്തകം തുറന്നിരിക്കുന്നത്. ത്രിവർണ്ണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ത്രിവർണ്ണ പതാകയെക്കുറിച്ച് ചോദിച്ചാൽ വന്ദേ മാതരത്തിന് മറുപടി പറയാത്തത് എന്തുകൊണ്ട്? ഇതാണ് കോൺഗ്രസിനോട് ചോദിക്കേണ്ട ആദ്യ ചോദ്യം.
ജയറാം രമേശ് പറയുന്നത് RSS ത്രിവർണ്ണ പതാക ഉയർത്തുന്നതിൽ ചരിത്രപരമായ വീഴ്ച വരുത്തിയെന്നാണല്ലോ. RSS ആസ്ഥാനത്ത് 1947-ലും 1950-ലും ത്രിവർണ്ണ പതാക ഉയർത്തിയതിനു ശേഷം 2002-ലാണ് വീണ്ടും ഉയർത്തിയെന്നൊരു ചരിത്ര വിവരമുണ്ട്. അതുകൊണ്ട് ആ ഇടവേളയെ വിമർശിക്കാൻ കോൺഗ്രസിന് രാഷ്ട്രീയ അവകാശമുണ്ട്, സമ്മതിച്ചു. പക്ഷേ അതുകൊണ്ട് ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടുമോ? ഇല്ല. RSS എത്ര തവണ പതാക ഉയർത്തി എന്നതൊരു അതൊരു ചോദ്യമേ അല്ല ശരിക്കും. കാരണം RSS എന്ന് പറയുന്നത് അന്ന് ഭാരതത്തിൻ്റെ ഒരു പ്രതിപക്ഷ പാർട്ടിയായി ഉയർന്നു വന്നിട്ടില്ല. ഇന്നത്തെ പോലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരെ നിൽക്കുന്ന, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഒരു പ്രതിപക്ഷ പാർട്ടി, ഭാരതത്തിലെ ഒരു വിഭാഗം ആൾക്കാരെ പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി, ജനങ്ങൾക്ക് വേണ്ടി ഭരണപക്ഷത്തോട് ചോദ്യം ചോദിക്കുന്ന ഒരു പാർട്ടി എന്ന തരത്തിൽ കോൺഗ്രസിനെ നിങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ ആ കോൺഗ്രസിന് പക്ഷേ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ വിശദീകരണം നൽകേണ്ട പൂർണ്ണ ഉത്തരവാദിത്വമുണ്ട് എന്ന് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊരു വിവാദം ഉണ്ടാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഒരുതരം മുട്ടാമ്പോക്കാണ് എന്നാണ് പറയാനുള്ളത്. രണ്ടിനെയും കൂട്ടിക്കുഴച്ച് ഒന്നിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊന്ന് ഉപയോഗിക്കുന്നത് രാഷ്ട്രീയവാദമാകാം, ചരിത്രപരമായ മറുപടിയാകില്ല. ജയറാം രമേശിന് ശരിക്കും ദേശീയ പതാകകളോട് ഇത്രയും ആത്മാർത്ഥമായ ആദരവുണ്ടെങ്കിൽ അദ്ദേഹത്തിന് BJPയോട് ചോദ്യം ചോദിക്കുന്നതിനൊപ്പം കോൺഗ്രസിനുള്ളിലെ സംഭവത്തെയും തുറന്ന മനസ്സോടെ വിശദീകരിക്കാമായിരുന്നു. പക്ഷേ അതിന് പകരം വന്നത് നിങ്ങൾ മുൻപ് ത്രിവർണ്ണ പതാക ഉയർത്തിയില്ല, ഇത് മറുപടിയല്ല, ഇത് വാട്ടർ ബോട്ടിസമാണ്. വന്ദേമാതരം BJP ഗാനമാണോ? ഇതാണ് കോൺഗ്രസിലെ മറ്റൊരു വലിയ രാഷ്ട്രീയ കുഴപ്പം. വന്ദേമാതരം BJPയുടെ സൃഷ്ടിയല്ല, നരേന്ദ്രമോദി എഴുതിയതുമല്ല, RSS എഴുതിയതുമല്ല, BJP അധികാരത്തിൽ വന്നതിനു ശേഷം ഉണ്ടാക്കിയതുമല്ല. ബങ്കിം ചന്ദ്ര ചാത്തോപാധ്യായ രചിച്ച വന്ദേമാതരം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ആഴത്തിൽ ബന്ധപ്പെട്ട ദേശീയ ഗാനമാണ്. 2026 സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ ആദ്യമായി വന്ദേമാതരത്തിന്റെ 6 പദ്യങ്ങളും ആലപിച്ചതായി റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു ആ പരിപാടി. അപ്പോൾ ചോദിക്കട്ടെ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു ഗാനത്തെ ആദരിക്കുന്നത് തെറ്റാണോ? അതിനെ പൂർണ്ണമായി ആലപിക്കുന്നത് തെറ്റാണോ? സ്വാതന്ത്ര്യ സമര സേനാനികൾ നെഞ്ചിൽ വെടിയേറ്റപ്പോഴും മുഴക്കിയിരുന്ന വന്ദേമാതരത്തെ ഇന്ന് ഇന്ത്യ സ്വതന്ത്രമായ ശേഷം അഭിമാനത്തോടെ ആലപിക്കുന്നത് തെറ്റാണോ? ജയറാം രമേശ് മറുപടി പറയണം. ത്രിവർണ്ണ പതാക പറഞ്ഞ് വന്ദേമാതരം മറയ്ക്കാനാവില്ല. ചരിത്രത്തിൽ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിമർശിക്കപ്പെടണം. RSS ത്രിവർണ്ണ പതാകയോട് സ്വീകരിച്ചിരുന്ന പഴയ നിലപാടുകൾ വിമർശിക്കപ്പെടേണ്ടതാണെങ്കിൽ വിമർശിക്കട്ടെ. പക്ഷെ അതിൻ്റെ പേരിൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ പെരുമാറ്റത്തെ വെള്ളപൂശാൻ അതിന് കഴിയില്ല. കാരണം ഒരു തെറ്റിൻ്റെ മറുപടി മറ്റൊരു തെറ്റല്ല. RSS ഒരു കാലത്ത് ത്രിവർണ്ണ പതാക ഉയർത്തുന്നതിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് BJPയോട് ചോദിക്കാം. പക്ഷേ അതേസമയം കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കാനും രാജ്യത്തിന് അവകാശമുണ്ട്. വന്ദേമാതരം ആലപിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണമായി ശ്രദ്ധയോടെ നിൽക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇത് BJPയുടെ മാത്രം ചോദ്യമല്ല, ഇത് ഇന്ത്യയിലെ കോടിക്കണക്കിന് സാധാരണക്കാരുടെ ചോദ്യമാണ്. ദേശീയ പ്രതീകങ്ങൾക്ക് പാർട്ടി അതിരുകളുണ്ടോ? ഇവിടെയാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കപ്പെടുന്നത്. ത്രിവർണ്ണ പതാക കോൺഗ്രസിന്റേതല്ല, വന്ദേമാതരവും കോൺഗ്രസിന്റേതല്ല, ജനഗണമനയും ഭരണഘടനയും ഒന്നും കോൺഗ്രസിന്റെ സ്വകാര്യ സ്വത്തല്ല, ഇതെല്ലാം ഇന്ത്യയുടേതാണ്. അതിനാൽ BJP ത്രിവർണ്ണ പതാകയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ചരിത്രം അറിയില്ല എന്ന് പറയുകയും കോൺഗ്രസ് വന്ദേമാതരത്തെക്കുറിച്ച് വിശദീകരണം നൽകേണ്ടി വരുമ്പോൾ RSS 52 വർഷം പതാക ഉയർത്തിയില്ല എന്ന് പറയുകയും ചെയ്യുന്നത് ഒരു രാഷ്ട്രീയവാദ പ്രതിവാദമാകാം. പക്ഷേ ദേശീയതയുടെ അളവുകോൽ അതാകില്ല. ദേശീയത തെളിയിക്കേണ്ടത് മറ്റൊരാളുടെ പഴയ തെറ്റുകൾ എണ്ണിയല്ല, സ്വന്തം പ്രവൃത്തിയിലൂടെയാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ ചോദ്യം പ്രസക്തവുമാണ്. വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് BJP ശക്തമായ രാഷ്ട്രീയ പ്രതികരണം നടത്തിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കോൺഗ്രസിനോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ബങ്കിം ചന്ദ്ര ചാത്തോപാധ്യായോടും അദ്ദേഹത്തെ രാജ്യത്തെ ജനങ്ങളോടും ക്ഷമ ചോദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. BJPയുടെ നിലപാടിനെ രാഷ്ട്രീയമായി വിമർശിക്കാം, അമിത്ഷായുടെ ഭാഷയെ വിമർശിക്കാം, BJPയുടെ വ്യാഖ്യാനത്തെക്കുറിച്ച് സംശയം ഉന്നയിക്കാം. പക്ഷെ ഒരു കാര്യം ചോദ്യം ചെയ്യാൻ കഴിയില്ല, രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തോടും ദേശീയ പ്രതീകങ്ങളോടും ആദരം വേണമെന്ന ആവശ്യം. അത് BJPയുടെ മാത്രം ആവശ്യമല്ല, അത് ഇന്ത്യയുടെ പൊതുവികാരമാണ്. ഇതാണ് കോൺഗ്രസിനെ തിരിച്ചറിയാൻ കഴിയാത്തതും ഇതിനാണ് കോൺഗ്രസ് മറുപടി പറയാത്തതും. ആദ്യം കൃത്യമായ മറുപടി പറയണം. നിങ്ങൾ വന്ദേമാതരത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റ് 15-ാം തീയതി അപമാനിച്ചോ, അല്ലെങ്കിൽ പൂർണ്ണമായി ആലപിക്കണ്ട എന്ന് പറഞ്ഞ് നിർത്തിക്കാൻ ശ്രമിച്ചോ? അതോ പൂർണ്ണമായി ആലപിച്ചത് നിങ്ങളുടെ അറിവോടും സമ്മതത്തോടും കൂടി തന്നെയാണോ? ഇതിനുള്ള ഒരു കൃത്യമായ ഉത്തരം മാത്രമാണ് ഭാരതത്തിലെ ഈ കോടിക്കണക്കിന് മനുഷ്യർക്ക് ആവശ്യം. അത് പറഞ്ഞിട്ട് ബാക്കി സംസാരിച്ചാൽ നന്നായിരുന്നു.